Hello everyone, welcome back to my channel. Today is a really special day. എന്താന്നല്ലേ ഇന്ന് ഈദാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈദ് ദിവസത്തിലെ ഏറ്റവും വളരെ ചെറിയ ഹാപ്പി മൊമെൻറ്റുകളും ഹാപ്പിനെസ്സും എൻ്റെ വൈബ്സും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. സോ ജസ്റ്റ് റിലാക്സ്, സിറ്റ് ബാക്ക് ആൻഡ് കം അലോൺ വിത്ത് മീ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഞാനിതാ അതിരാവിലെ എഴുന്നേറ്റ് ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ ഞാനുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല സൂര്യപ്രകാശമൊക്കെ കൊണ്ട് ചെടികളൊക്കെ ഇങ്ങനെ നോക്കി പള്ളിയിൽ നിന്നും തെക്കുബീർ ചെല്ലുന്നതും കേട്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയം കുട്ടികളിങ്ങനെ പള്ളിയിൽ തെക്കുബീർ ചെല്ലുന്നുണ്ട്. അത് കേൾക്കാൻ നല്ല രസമാണ്. പിന്നെ ഈ രാവിലത്തെ വെയിലുണ്ടല്ലോ, ഇത് കൊള്ളുന്നത് വളരെ നല്ലതാണ് ശരീരത്തിന്. അതൊക്കെ പോട്ടെ, നമ്മൾ ടോപ്പിക്ക് മാറിയല്ലേ. അപ്പോൾ ഇന്ന് പെരുന്നാളാണ്. ഇന്നത്തെ ദിവസം എങ്ങനെ അടിപൊളിയാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ അടിച്ചു വരാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് പെട്ടെന്ന് ക്ലീനിങ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം പെട്ടെന്ന് ക്ലീനിങ് കഴിഞ്ഞിട്ട് വേണം കുക്കിങ്ങിലേക്ക് കടക്കാൻ. നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ. റൂമിലേക്ക് വന്നപ്പോൾ ഇന്നൂസ് ഉണർന്നിട്ടില്ല കേട്ടോ. അവളിപ്പോഴും ഉറക്കത്തിലാണ്. അവിടെ സമയമായിട്ടില്ല എഴുന്നേക്കാനുള്ള. അപ്പോൾ ഇന്നൂസ് എഴുന്നേക്കുന്ന മുമ്പായിട്ട് എനിക്ക് എൻ്റെ ക്ലീനിങ് ഫുള്ളും തീർക്കണം കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് തീർക്കാന്ന് കരുതി. പിന്നെ ഇന്ന് നമ്മുടെ വീട്ടിലെ സ്പെഷ്യല് നല്ല അടിപൊളി നെയ്ച്ചോറും നല്ല ബീഫ് കറിയും അതുപോലെ ചിക്കൻ പൊരിച്ചതുമാണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും ഇതിന് നമ്മൾ ബിരിയാണിയും മന്തിയും ഫ്രൈഡ് റൈസും ഒക്കെ ആയിട്ട് നല്ല ചോറാക്കിയിട്ടാണ് ഇത് കഴിക്കാറുള്ളത്. എന്നാൽ ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇപ്രാവശ്യം നമുക്ക് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കോംബോ പിടിച്ചത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. പിന്നെ എൻ്റെ ഇന്നൂസ് എഴുന്നേറ്റ് കേട്ടോ ക്ലീനിങ് കഴിഞ്ഞപ്പോഴേക്കും. എൻ്റെ ഇന്നൂസ് എപ്പോഴും എന്നോടൊരു കാര്യം പറയാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉറക്കത്തുനിന്ന് എഴുന്നേറ്റ് വന്നപ്പോഴും എന്നോട് ആദ്യം ആ ഒരു കാര്യം തന്നെയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ എന്താന്നല്ലേ, എന്താ ആണ്ടി എന്ത് പറ. കേക്കാ വേണ്ടിയത് ഗൈസ്. എൻ്റെ ഇന്നൂസ് ഒരു ദിവസം ഒരു 10 വട്ടെങ്കിലും കേക്ക് ചോദിക്കൂട്ടോ. കേക്ക് ചോദിക്കുന്നത് അവൾക്ക് കേക്കിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, അവൾക്ക് ആകെ പറയാൻ അറിയുന്നത് കേക്കാണ്. അപ്പോൾ ഒരു ദിവസം ഒരുപാട് തവണ കേക്ക് ചോദിക്കും. ഒന്നുമില്ല, നമ്മളതൊന്നും ഇങ്ങനെ കേട്ടോണ്ടിരുന്നാൽ മതി. അതൊക്കെ പോട്ടെ, ഇപ്പൊ ഞാൻ എൻ്റെ ഇന്നൂസിനെ കുളിപ്പിച്ച് സുന്ദരിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രാവശ്യം എൻ്റെ ഇന്നൂസിന് ബർത്ത്ഡേക്ക് ഒരുപാട് ഡ്രസ്സ് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് അവൾക്ക് പുതിയതായിട്ട് 3 കൂട്ടം ഡ്രസ്സെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതിലൊരെണ്ണമാണ് ഇപ്പം അവൾ ഇട്ടുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൽ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നൂസിനെ ഞാൻ സിറ്റ് ഔട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഇന്നൂസിന് വളരെ ഹാപ്പിയാണ്. രാവിലെ തന്നെ ആള് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ വന്നപ്പോൾ ആൾക്ക് ഇന്നെന്തോ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണെന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇന്ന് പെരുന്നാളാണെന്ന് അറിയാനുള്ള ആൾക്കൊരു അറിവെത്തിയിട്ടില്ലല്ലോ. അവൾ ജനിച്ചതിന് ശേഷമുള്ള 3ാമത്തെ ഈദാണ് കേട്ടോ ഇത്. ആദ്യത്തെ ഈദിന് അവൾക്ക് 6 മന്ത് ആയിട്ടുള്ളായിരുന്നു. അന്നായിരുന്നു കേട്ടോ അവളുടെ ആദ്യത്തെ ചോറ് കൊടുക്കുന്ന ദിവസം. അപ്പോൾ ഇന്ന് എനിക്ക് അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ്. അതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെയാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ അതൊക്കെ പോട്ടെ, ഇവിടെ പ്ലെയിൻ കിസൊക്കെ അടിക്കുന്നുണ്ട്. ദേ കവളത്തൊരു പുള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് ഐബ്രോ വരച്ച ഒരു പുള്ളി അവിടെയും ഇവിടെയൊക്കെ കുത്തണം. അപ്പോൾ 2 സൈഡിലും പുള്ളി കുത്തിയെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ ആള്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവളുടെ ഉപ്പുപ്പ അവൾക്ക് ചോക്കോബാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ ഉടുപ്പിട്ട് ചോക്കോബാറും തിന്നുകൊണ്ടിരിക്കുകയാണ് അവള്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ പോയി കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ഈദിൻ്റെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇട്ട് ഇങ്ങനെ നെളിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഇവിടെ ഒരാൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അടുത്ത ഡ്രസ്സ് ഇടാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ആദ്യത്തെ ഫ്രോക്കിൽ ചോക്കോബാറൊക്കെ ആക്കി അടിപൊളിയാക്കി തന്നു കേട്ടോ. അങ്ങനെ ഇന്നൂസ് 2ാമത്തെ ഔട്ട്ഫിറ്റ് ഇട്ടു. പിന്നെ അതൊക്കെ കഴിഞ്ഞു ഞാൻ പോയിട്ട് എൻ്റെ നെയ്ച്ചോറൊന്ന് തുറന്നു നോക്കിട്ടോ. ഇതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് പ്രിപ്പയർ ചെയ്തതാണ്. പക്ഷേ ഇതൊന്നും ഞാൻ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അതിനൊന്നും സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നെയ്ച്ചോറ് എൻ്റെ സ്പെഷ്യലാണ്. ചിക്കൻ പൊരിച്ചതും ബീഫ് കറിയും ഇവിടെ ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യലാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞു. ഇതിൻ്റെ മേലെ കഴിക്കാൻ വേണ്ടി ഒരു മധുരത്തിനായിട്ട് ഞാനിവിടെ കസ്റ്റാർഡ് പുഡിംഗ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. സോ ഗൈസ്, ഞാൻ എനിക്കുള്ള ഫുഡ് എടുത്തുകൊണ്ട് പോവാണ്. അപ്പോൾ ദേ പോകുമ്പോൾ ഒരാളിരിക്കുന്നു കണ്ടോ, എന്തോ ഒരു പരിപാടിയിലാണ് കേട്ടോ. വെള്ളം എടുത്ത് പപ്പടത്തിലേക്ക് ഇടുന്നു, പപ്പടം എടുത്ത് വെള്ളത്തിലേക്ക് ഇടുന്നു, അതിൽ മിക്സ് ചെയ്യുന്നു. അതുപോലെ ചിക്കൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തോ ഒരു പുതിയ റെസിപ്പി കണ്ടുപിടിക്കുന്ന തിരക്കിലാണെന്ന് തോന്നുന്നു. ഞാൻ പോയിട്ട് റെഡി ആക്കിയിട്ട് വരാം കേട്ടോ. ഈ ഫുഡ് കഴിച്ചിട്ട് വരാം.
ഓക്കെ ഗായ്സ്, അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഈദിൻ്റെ സെക്കൻഡ് ഔട്ട്ഫിറ്റ് ഇട്ടിട്ടത് ഞാനിവിടുന്ന് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഫസ്റ്റ് ഈദിന് എൻ്റെ വീട്ടിലേക്കല്ല പോകുന്നത്, എൻ്റെ സിസ്റ്റർ ഇൻ ലോൻ്റെ വീട്ടിലേക്കാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്വന്തം സിസ്റ്ററുടെ വീട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നൂസ് ഇതേ വീണ്ടും ഇങ്ങനെ തേരാപാര നടക്കുകയാണ്. അപ്പോൾ ഞാനൊന്ന് ലുക്കായിട്ട് തരാം, അതിനുവേണ്ടി കുറച്ച് മേക്കപ്പ് ഐറ്റംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ അതും അവൾ കണ്ടു. അപ്പോൾ ഇനി ഇതൊക്കെ അവൾക്ക് കിട്ടണം കേട്ടോ. ഇതൊക്കെ അവൾക്ക് എന്തൊക്കെയോ ചെയ്യാനാണ്. അപ്പോൾ ഇത് ഞാൻ കൊടുക്കാതെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗായ്സ്, മേക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയ കസ്റ്റർഡ് പുഡിംഗ് ഒന്ന് കഴിക്കാമെന്ന് കരുതി കേട്ടോ. കസ്റ്റർഡ് പുഡിംഗ് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, അടിപൊളിയായിരുന്നു. പക്ഷേ കുറച്ച് മധുരം കുത്തുന്നുണ്ട് ഗൈസ്, പാളിപ്പോയി. ഇറ്റ്സ് ഓക്കെ ഗൈസ്, ഇറ്റ്സ് ഓക്കെ, സാരില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് പോകാൻ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ സിസ്റ്ററുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് പോയാലോ? അപ്പോൾ ഗൈസ്, എൻ്റെ ഇന്നൂസ് തേർഡ് ഔട്ട്ഫിറ്റ് ഇട്ട് റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ. ഇത് അവളുടെ 3ാമത്തെ ഡ്രസ്സിങ് ആണ് ഇന്നത്തെ. അപ്പോൾ ഈ ഒരു ലുക്കാണ് അവളുടെ ഇതിൻ്റെ മെയിൻ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇന്നൂസിൻ്റെ ഏത് ഔട്ട്ഫിറ്റാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ളതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ. വെറുതെ ചുമ്മാ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെ പോട്ടെ, ഞങ്ങൾ വീട്ടിൽ നിന്ന് പോവാണ്. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ടൊരു ഓട്ടോ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ഓട്ടോ പോലും കാണുന്നില്ല ഗൈസ്. ഇന്ന് ഈദായതുകൊണ്ടായിരിക്കാം ഒറ്റ ഓട്ടോക്കാരെയും കാണുന്നില്ല കേട്ടോ. ബിസിയാണെന്ന് തോന്നുന്നു എല്ലാവരും. ഞാനും ഉമ്മയും കൂടെ ഇങ്ങനെ നടന്നു പോകാം കേട്ടോ റോഡിലൂടെ. ഇനി ഏതെങ്കിലും ഓട്ടോ വരുമ്പോൾ അപ്പോൾ കയറാമെന്ന് കരുതി പോവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ നടക്കുന്ന ഇടയിൽ തന്നെ ഒരു ഓട്ടോ വന്നു. സ്പോട്ടിൽ ഞങ്ങൾ കയറി കേട്ടോ. അങ്ങനെ ഇനി ഞങ്ങൾ നേരെ പോകുന്നത് പത്തുമൂച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെയാണ് എൻ്റെ സിസ്റ്റർ ഇൻ ലോൻ്റെ വീട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അങ്ങോട്ടാണ് പോകുന്നത്. എൻ്റെ ന്യൂസ് ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിക്കുകയാണ്. എന്തോ ഓട്ടോയിലൊക്കെ പോകുന്ന ഒരു ആവേശത്തിലാണ് കേട്ടോ ആളെ. സോ ഫൈനലി നമ്മൾ സിസിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ വീട്. ഞാൻ ഇതിനു മുമ്പും ഈ ഒരു വീടിൻ്റെ ഹൗസ് വാമിങ് വീഡിയോ ഷോർട്സ് ആയിട്ടൊക്കെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ താത്താൻ്റെ മക്കൾ വന്നിട്ട് ഇന്നൂസിനെ ഭയങ്കര വെൽക്കം ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ താത്താക്ക് 2 മക്കളാണ്. പിന്നെ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയകളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ താത്താൻ്റെ ഗാർഡൻ ആണ്. മാഷാല്ലാ, അടിപൊളിയായിട്ട് നല്ല ബോഗൺവില്ലാസ് പൂത്ത് നിൽക്കുന്നുണ്ട്, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ ഇതാണ് താത്താൻ്റെ മക്കള്, ഹാദിയും അജുവും ആണ് കേട്ടോ, 2 പേരാണ്. അപ്പോൾ എൻ്റെ ഇന്നൂസ് അവളുടെ ബ്രദേഴ്സിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓപ്പൺ ടെറസിലേക്ക് വന്നതാണ്. അവൾ അവരുടെ കൂടെ നല്ല കാം ആൻഡ് കൂളായിട്ടിരിക്കുന്നുണ്ട്. ഇന്നൂസിന് അവളുടെ വീട്ടിൽ കസിൻസ് എന്ന് പറയാനായിട്ട് ഇവർ 2 ബ്രദേഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെയുള്ള കസിൻസൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ മക്കളാണ്. അപ്പോൾ ഇവർ 2 പേരെയും കിട്ടിയ ഹാപ്പിയിലാണ് കേട്ടോ അവൾ. പിന്നെ ഇവിടെ വീടിൻ്റെ ഓപ്പൺ ടെറസിൻ്റെ മേലെ നല്ല അടിപൊളിയായ ഒരു വ്യൂ ഉണ്ട്. വീട് തന്നെ ഒരു ഹൈറ്റിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ഓപ്പൺ ടെറസിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് ലോങ് സൈറ്റിലുള്ളൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ച കാണാം. അതുപോലെ നല്ല അടിപൊളി കാറ്റൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വിശേഷങ്ങൾ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇപ്പോൾ സമയം ഈവനിങ് 6 മണി ആവാറായി. സോ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. അപ്പോൾ കുട്ടികളും താത്തയും ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഫസ്റ്റ് ഈദിൻ്റെ ദിവസം എൻ്റേത് അവസാനിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.